എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വലിയ സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും അറിയിക്കും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. കഥയൊക്കെ എല്ലാവരും കേൾക്കണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. വീണ്ടും വിചാരമില്ലാതെ ചെയ്തതിൻ്റെ ഒരബദ്ധം ആണ് ഈ കഥ. മിടുക്കനായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു, രാമഭദ്രൻ. വളരെ സത്യസന്ധനും ഭക്തനും നന്മയുള്ളവനുമായിരുന്നു. കുറച്ച് കൃഷിസ്ഥലമാണ് അദ്ദേഹത്തിനുള്ളത്. പാടത്ത് അദ്ദേഹം തന്നെ നല്ല കഠിന അധ്വാനിയായിരുന്നു. നന്നായി അയാൾ പാടത്ത് പണി ചെയ്ത് ധനം സമ്പാദിക്കും. ആരെങ്കിലും സഹായത്തിന് വന്നാൽ അവരെ വെറുകയോടെ ഒരിക്കലും മടക്കി അയക്കാറില്ല. അയാളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് അവരെ പറഞ്ഞു വിടാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും രാമഭദ്രനോട് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെയായിരുന്നു. അയാൾ ദിവസവും വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ശുദ്ധനായിട്ട് വന്ന് ക്ഷേത്രത്തിൽ വന്ന് വളരെ സമയം പ്രാർത്ഥനയോടെ ഇരിക്കും. എന്നും അതൊരു പതിവായിരുന്നു. ഒരു ദിവസം അയാൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പൂജാരി നടയടച്ച് പുറത്തോട്ടിറങ്ങി. രാമഭദ്രനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, രാമഭദ്ര, ഇന്ന് എന്ത് പറ്റി താമസിക്കാൻ? ഞാൻ രാമഭദ്രനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. നടയടച്ചു പോയല്ലോ. സാരമില്ല, ഇവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം. പൂജാരി പറഞ്ഞു. ശരിയാ, രാമഭദ്രൻ പറയുക, ഭഗവാൻ സർവ്വവ്യാപിയാണ്. ഈ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും നിങ്ങളിലും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് വരാം. അങ്ങനെ ആ പൂജാരി മടങ്ങിപ്പോയി. രാമഭദ്രൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനിരുന്നു. രാമഭദ്രൻ സ്വയം പറയുകയാണ്, ഇവിടെ ഇരുന്ന് ക്ഷേത്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക ചൈതന്യം അവിടെ നിൽക്കും. എല്ലാവരും കൂടെയുള്ള ആ മന്ത്രോച്ചാരണവും ക്ഷേത്രത്തിലെ ആ അന്തരീക്ഷവും ആ ശ്രീകോവിലിൽ ഭഗവാന്റെ ആ നിറഞ്ഞു തുളുമ്പുന്ന ചൈതന്യവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റുള്ള എല്ലാ ശബ്ദങ്ങളിൽ നിന്നും, വീട്ടിലാണെങ്കിൽ പല ശബ്ദങ്ങളുണ്ടാവും, പല വന്ന് വിളിക്കും, ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വരുന്നത്. അല്ലെങ്കിൽ വീട്ടിലിരുന്നാലും മതിയായിരുന്നു. ഈ ഒരു അന്തരീക്ഷം പ്രത്യേക ഒരു അനുഭൂതി പകരുന്നതാണ്. അതുകൊണ്ട് മുടങ്ങാതെ ഞാൻ ഈ ക്ഷേത്രത്തിലെത്താറുള്ളത്. എന്തായാലും ഭഗവാൻ ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. രാമഭദ്രൻ വളരെ ഭക്തിയോടെ ശ്രദ്ധയോടെ അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. വളരെ സമയം ഇരിക്കാറുണ്ട് അങ്ങനെയൊന്നും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ രാമഭദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. രാമഭദ്ര എന്ന് വിളിച്ചു കേട്ട് ഭഗവാൻ വിളിക്കുന്നത് കേട്ട് രാമഭദ്രൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭഗവാൻ രാമഭദ്രന് വളരെ അത്ഭുതം തോന്നി, വളരെ സന്തോഷവും. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ രാമഭദ്രൻ ഇരിക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാമഭദ്ര, നിൻ്റെ ഭക്തിയിലും നിൻ്റെ നല്ല മനസ്സിലും ആ നന്മയിലും ഞാൻ വളരെ സന്തോഷവാനായിരിക്കുന്നു. നിനക്ക് ഞാൻ 3 വരം നൽകും. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചെടുക്കാം. ഞാൻ ആ 3 വരം നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് ചോദിച്ചെടുക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. രാമഭദ്രന് വളരെ സന്തോഷമായി. അയാൾ വളരെ അത്ഭുതത്തോടെ തൻ്റെ വീട്ടിലെത്തി ഭാര്യയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും തനിക്ക് വരം നൽകിയതും ഒക്കെ പറഞ്ഞിട്ട് രാമഭദ്രൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് കൂടുതൽ കൃഷിസ്ഥലവും 2 നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള 2 കാളകളെയും ആവശ്യപ്പെട്ടാലോ? ഉടനെ രാമഭദ്രൻ്റെ ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, കൃഷിസ്ഥലമൊക്കെ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്, ഇനിയും കൃഷിസ്ഥലമൊന്നും വേണ്ട. ആദ്യം ഒരു കാര്യം ചെയ്യാം. എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും ചെറിയ പതിഞ്ഞ മൂക്കാണ്. എത്ര പേരാ അത് നോക്കി ഓരോന്ന് പരിഹസിക്കുന്നതും കളിയാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനതൊക്കെ കാണാറുണ്ട്. എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. ആദ്യം അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ പതിഞ്ഞ മൂക്ക് മാറ്റി നല്ല സുന്ദര മൂക്ക് തരാനായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. പിന്നെയും ഉണ്ടല്ലോ 2 വരം. ശരി, ഭാര്യയുടെ ആഗ്രഹമല്ലേ, അവൾ അങ്ങനെയൊന്നും പറയാറില്ല. ഏതായാലും ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെയും അവളുടെയും മൂക്ക് ഇങ്ങനെ ചെറുതാണെന്നോ പതിഞ്ഞതാണെന്നോ ഒക്കെ. ഇപ്പോൾ അവൾ പറയുമ്പോഴാണ്
ഇതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ മൂക്കിന്. എങ്കിലും ഭാര്യയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അയാൾ ആദ്യത്തെ വരം ചോദിക്കുകയാണ്. ഭഗവാനെ, ഞങ്ങൾക്ക് നല്ല മൂക്കുകൾ തരയണമേ, നല്ല സൗന്ദര്യമുള്ള മൂക്കുകൾ തരയണമേ എന്ന്. പെട്ടെന്ന് തന്നെ അതാ സൗന്ദര്യമുള്ള മൂക്ക്. പക്ഷേ മൂക്കുകൾ എന്ന് പറഞ്ഞതുകൊണ്ടാകാം ഒന്നിലധികം മൂക്കുകൾ. മുഖത്ത് മൂക്ക്, കയ്യേൽ മൂക്ക്, 2 കയ്യിൽ മൂക്ക്, അങ്ങനെ മൂക്കുകളുടെ ഒരു കൂട്ടം തന്നെയായി ശരീരത്തിലൊക്കെ. അത് കണ്ട് രാമഭദ്രനും ഭാര്യയും വല്ലാതായി. അയ്യോ, ഇതാ നമ്മുടെ ശരീരത്തിലൊക്കെ പല സ്ഥലത്തും മൂക്കുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നല്ലോ, ഇതെന്തു പറ്റി? നല്ല മൂക്കുകൾ തന്നെ, പക്ഷേ ഒരു മൂക്കിന് പകരം ഇതാ പല മൂക്കുകൾ. ഭാര്യയ്ക്ക് ആകപ്പാടെ പരിഭ്രാന്തിയായി. അവർ വിഷമിച്ച് കരയാൻ തുടങ്ങി. വിഷമിക്കാതിരിക്കും, ഇനിയും 2 വരം കൂടെ ഉണ്ടല്ലോ, രാമഭദ്രൻ പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക, എളുപ്പം മാറ്റ് എന്ന് പറഞ്ഞു. ഉടനെ രാമഭദ്രൻ 2ാമത്തെ വരം ആവശ്യപ്പെട്ടു. ഭഗവാനെ, ഈ മൂക്കുകളെല്ലാം അപ്രത്യക്ഷമാകണേ. പറഞ്ഞു തീർന്നതും എല്ലാ മൂക്കുകളും അപ്രത്യക്ഷമായി. അവസാനം ഇപ്പം ശ്വസിക്കാൻ തന്നെ മൂക്കില്ല, വാ തുറന്ന് ശ്വസിക്കണം. അയ്യോ, വീണ്ടും ചതിയായല്ലോ, നിങ്ങൾ എന്താ ഈ കാണിച്ചത്? ദാ മൂക്കേ ഇല്ലാതായിരിക്കുന്നല്ലോ, എങ്ങനെ ശ്വസിക്കും? വായി കൂടെ ശ്വസിക്കണമല്ലോ. അയ്യോ വയ്യ. ഭാര്യ ബഹളം വെക്കാൻ തുടങ്ങി. രാമഭദ്രനും ആകെ വിഷമമായി. ഇനി ഒരു വരമേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഭാര്യ പറഞ്ഞു, നമുക്ക് നല്ല ഒരു ഭംഗിയുള്ള മൂക്ക് തരാൻ പറയാം. അപ്പം രാമഭദ്രൻ പറഞ്ഞു, അത് വേണോ? ഭംഗിയുള്ള ഒരു മൂക്ക് നമ്മൾ വെക്കുമ്പോഴേ ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും, ആഹാ, നിങ്ങളുടെ മൂക്ക് ഇപ്പം നല്ല ഭംഗിയുള്ള മൂക്കായല്ലോ, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിച്ചേ? എന്ത് ചെയ്തു? അപ്പം നമുക്ക് ഈ വരം കിട്ടിയ കാര്യം പറയാനൊക്കുമോ? അത് പറയുമ്പം മറ്റേ കഥകളൊക്കെ പറയണ്ടേ? അപ്പോഴത്തേക്കും കളിയാക്കത്തില്ലേ എല്ലാവരും? അതുകൊണ്ട് വരം കിട്ടിയ കഥയൊന്നും ആരോടും പറയണ്ട. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 3ാമത്തെ വരം നമ്മുടെ പഴയ മൂക്ക് തന്നെ തരാൻ പറയാം. അപ്പോൾ പിന്നെ ആരും സംശയിക്കത്തില്ല, ആരോടും ഒരു കഥയും പറയാനും പോകണ്ട. അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ 3ാമത്തെ വരം അവരാവശ്യപ്പെട്ടു. ഭഗവാനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മൂക്ക് തന്നെ തിരിച്ചു കിട്ടിയാൽ മതി. അതാ അവരുടെ പഴയ മൂക്ക് തന്നെ 2 പേർക്കും കിട്ടി. 2 പേർക്കും സന്തോഷമായി. നോക്കൂ, വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അത്യാഗ്രഹമായിപ്പോയി, ആർത്തിയായിപ്പോയി. ആ വരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. മൂക്കുകൾ എന്ന് പറഞ്ഞു, ധാരാളം മൂക്കുകളായി. അതിനേക്കാൾ മുമ്പേ തങ്ങൾക്ക് ആവശ്യപ്പെടുന്ന വളരെ പ്രയോജനകരമായ എന്തെങ്കിലും ചോദിക്കാനുള്ളതിന് പകരം ചെറിയ ഒരു മൂക്കിൻ്റെ കാര്യത്തിൽ ആ 3 വരവും വെറുതെ കളഞ്ഞു കുടിച്ചില്ലേ? ഇതാണ് നമ്മൾ എടുത്തു ചാടി ഒന്നും പെരുമാറരുത്. വളരെ ആലോചിച്ചിട്ടേ ഓരോ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അബദ്ധമുണ്ടാകുമെന്ന് ഓരോ കഥകളും നമ്മളെ ഓരോ പാഠം പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കി, ഇതെല്ലാം കേൾക്കുമ്പോൾ, അതും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പണ്ടൊരു കഥ കേട്ടിരുന്നില്ലേ, ആ കഥയിൽ ഇങ്ങനെയല്ലേ പറ്റിയത്, അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും വിചാരിക്കണം. അങ്ങനെ ആ അത്യാഗ്രഹമൊക്കെ കളഞ്ഞ് അവർ 2 പേരും തങ്ങൾക്ക് പറ്റിയ തെറ്റൊക്കെ മനസ്സിലാക്കി, നമുക്ക് ഇത്ര എടുത്തുചാട്ടം പാടില്ലായിരുന്നു, ഇത്ര ധൃതി വേണ്ടായിരുന്നു, എന്തിന് 2 പേരും ഒന്നിനും സഹായിക്കാൻ ചെല്ലാത്ത രാമഭദ്രൻ്റെ ഭാര്യയും രാമഭദ്രനും കൂടെ ചേർന്ന് അവരുടെ വയലിൽ അധ്വാനിച്ച് ധനമൊക്കെ സമ്പാദിച്ച് അവർ സുഖമായിട്ട് ജീവിച്ചു. അവർക്ക് ഈ പറ്റിയ അബദ്ധത്തിൽ അവർ ലജ്ജ തോന്നി. അവർ ഭഗവാനെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു. നോക്കൂ, അതിനും അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ നല്ല ഇതായിട്ട് നമ്മൾ ചിന്തിച്ച് നല്ല രീതിയിൽ നമ്മുടെ മനസ്സും ചിന്തകളും കൊണ്ടുവരണം എന്ന് നമുക്ക് മനസ്സിലായി. വീണ്ടും ഒരു കഥയുമായി മുത്തശ്ശി ഉടനെ വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ബൈ.